ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു പീക്ക് ടൈം ലേണേഴ്സ്. ഈ വീഡിയോയിൽ സർക്കുലർ ക്യൂ അതിൻ്റെ ഓപ്പറേഷൻസ് ആണ് ഷെയർ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ വാട്ട് ഇസ് സർക്കുലർ ക്യൂ എന്ന് നോക്കുന്നതിന് മുന്നേ വൈ വി നീഡ് സർക്കുലർ ക്യൂ ആൻഡ് വാട്ട് ഇസ് ദ ഡിസഡ്വാൻറ്റേജ് ഓഫ് നോർമൽ ക്യൂ, ഇത് രണ്ടും നോക്കിയിട്ട് സർക്കുലർ ക്യൂവിൻ്റെ ഓപ്പറേഷൻസ് നോക്കാം. നമ്മൾ നോർമൽ ക്യൂയുടെ കേസ് എടുക്കുമ്പോൾ ഇപ്പോൾ ഞാൻ വരച്ചിട്ടുള്ളത് ഒരു നോർമൽ ക്യൂ ആണ്. ഇതിൽ എലമെൻറ്റ്സ് ഒന്നുമില്ല. എലമെൻറ്റ്സ് ഒന്നും ഇല്ലാത്ത കേസിൽ ഫ്രണ്ട് ആൻഡ് റിയർ രണ്ടും -1 ആയിരിക്കും. ഫ്രണ്ട് ആൻഡ് റിയർ രണ്ടും -1 ആയിരിക്കും. ദെൻ ഇതിൽ ഫ്രണ്ടിൽ ഏത് എലമെൻ്റാണോ ഉള്ളത് അതിനെ നമ്മൾ ഫ്രണ്ട് എന്നാണ് പറയുന്നത്. പിന്നെ ഏറ്റവും ലാസ്റ്റിലുള്ള എലമെൻറ്റിനെ റിയർ വെച്ചിട്ട് പോയിൻ്റ് ചെയ്യും. ആൻഡ് ഇപ്പോൾ നമ്മൾ ഇതിൽ എലമെൻറ്റ് ഇൻസേർട്ട് ചെയ്യുമ്പോൾ ഫസ്റ്റ് ഇതിൽ ഒരു എലമെൻറ്റ് ഇൻസേർട്ട് ആക്കി എലമെൻറ്റ് 1 ആണ്. അപ്പോൾ ഫസ്റ്റ് എലമെൻറ്റ് ക്യൂ എം ടി ആണെങ്കിൽ നമ്മൾ ഫ്രണ്ട് ഈക്വൽ ടു റിയർ ഈക്വൽ ടു 0 എന്ന് കൊടുക്കാം. ഓർ ഫ്രണ്ട് പ്ലസ് റിയർ പ്ലസ് എന്ന് കൊടുത്താലും മതി. അപ്പോൾ ഇപ്പോൾ ഫ്രണ്ട് ആൻഡ് റിയർ ഈ ഒരു പൊസിഷനെയാണ് പോയിൻ്റ് ചെയ്യുന്നത്. ഇനി എനിക്ക് വേറൊരു എലമെൻറ്റും കൂടി ഇൻസേർട്ട് ചെയ്യാനുണ്ട്, 2. ഞാൻ ഇൻസേർട്ട് ചെയ്തു. അപ്പോൾ കറൻ്റ്ലി ഫ്രണ്ട് ഉള്ളത് ഈ ഒരു പൊസിഷനിലാണ്, റിയർ ഈ ഒരു പൊസിഷനിലോട്ട് മാറി. ഇനി അടുത്ത എലമെൻറ്റ് ഇൻസേർട്ട് ചെയ്യുമ്പോൾ പിന്നെയും റിയർ 1 വെച്ചിട്ട് ഇൻക്രീസ് ആവും. ലാസ്റ്റ് അടുത്ത എലമെൻറ്റ് ഇൻസേർട്ട് ചെയ്യുമ്പോൾ പിന്നെയും റിയർ ഇൻക്രിമെൻ്റ് ആവും. അടുത്ത ഇവിടെ ഒരു എലമെൻറ്റ് ഇൻസേർട്ട് ആയി. അപ്പോൾ ഫൈനലി നമുക്ക് റിയർ ഉള്ളത് ഈ ഒരു പൊസിഷനിലാണ്, ഫ്രണ്ട് ഉള്ളത് ഈ ഫസ്റ്റ് പൊസിഷനിലാണ്. ഓക്കെ, ഇപ്പോൾ നെക്സ്റ്റ് എലമെൻറ്റ് ഇൻസേർട്ട് ചെയ്യാൻ നോക്കുമ്പോൾ സൈസ് മാക്സ് -1 ആയി. അപ്പോൾ ഇൻസേർഷൻ നടക്കത്തില്ല, ക്യൂ ഓവർഫ്ലോ ആണ്. ഓക്കെ, ഇനി ഡെലീഷൻ ചെയ്യാം. ഡെലീഷൻ ചെയ്യുമ്പോൾ ഞാൻ ആദ്യം ഇപ്പോൾ ഇതാണോ അറേ, അപ്പോൾ ഈ ഫസ്റ്റ് എലമെൻറ്റിനെ ഡിലീറ്റ് ചെയ്തു. ഫസ്റ്റ് എലമെൻറ്റ് ഡിലീറ്റ് ചെയ്യുമ്പോൾ ഇത് ഡിലീറ്റ് ആയിപ്പോയി. അപ്പോൾ ഇവിടെ ഒരു സ്പേസ് ഉണ്ട്, ഫ്രണ്ട് ഇവിടെ നിന്ന് മാറി ഈ ഒരു പൊസിഷനിലോട്ട് വന്നു. ഓക്കെ, ബട്ട് ഇപ്പോൾ ഞാൻ ഇൻസേർട്ട് ചെയ്യാൻ നോക്കിയാൽ എനിക്ക് ക്യൂ ഓവർഫ്ലോ എന്നൊരു മെസ്സേജേ വരത്തുള്ളൂ. ബിക്കോസ് ക്യൂവിൽ ഫ്രണ്ടിലുള്ള എലമെൻറ്റ് ഡിലീറ്റ് ആയി, അപ്പോൾ അതിൻ്റെ സ്പേസ് അവിടെ വേക്കൻ്റ് ആണ്. ആൻഡ് നമുക്ക് സ്പേസ് ഉണ്ട്, ക്യൂവിൽ ഇപ്പോൾ സ്പേസ് ഉണ്ട്, പക്ഷേ ഇൻസേർട്ട് ചെയ്യാൻ പറ്റത്തില്ല ബിക്കോസ് റിയർ ഉള്ളത് മാക്സ് -1. സോ ഇപ്പോൾ ഞാൻ അടുത്ത എലമെൻറ്റും ഡിലീറ്റ് ആക്കി. 2 ഡിലീറ്റ് ആക്കുമ്പോൾ ഫ്രണ്ട് ഈ ഒരു പൊസിഷനിലോട്ട് വരും, തേർഡ് പൊസിഷനിലോട്ട് വരും. ഇപ്പോൾ 2 വേക്കൻറ്റ് സ്പേസസ് ഉണ്ട്, പക്ഷേ എഗെയിൻ ഞാൻ ഇൻസേർട്ട് ചെയ്യാൻ നോക്കിയാലും ക്യൂ ഓവർഫ്ലോ എന്നൊരു കണ്ടീഷൻ നമുക്ക് കാണിക്കത്തുള്ളൂ. സോ നമുക്ക് ഇൻസേർഷൻ പോസിബിൾ അല്ല. ഇവിടെ സ്പേസ് ഉണ്ട് എന്നിട്ടും നമുക്ക് ഇൻസേർട്ട് ചെയ്യാൻ പറ്റത്തില്ല. ഇതാണ് നോർമൽ ക്യൂയുടെ ഒരു ഡിസഡ്വാൻറ്റേജ്. അപ്പോൾ ഇത് ഓവർകം ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ സർക്കുലർ ക്യൂവിൻ്റെ കോൺസെപ്റ്റ് എടുക്കുന്നത്. ഇപ്പോൾ ഇതിനെ ഒരു സർക്കുലർ ക്യൂ ആയിട്ട് കൺസിഡർ ചെയ്യും. ഇതൊരു പ്രോപ്പർ സർക്കിളല്ല, വരച്ചപ്പോൾ മാറിപ്പോയി. എന്നാലും ആസ് ഓഫ് നൗ ഇതിനെ ഒരു സർക്കുലർ ക്യൂ ആയിട്ട് കൺസിഡർ ചെയ്യാം. 5 എലമെൻറ്റ് സ്റ്റോർ ചെയ്യാൻ പറ്റും. അതിൻ്റെ ഇൻഡെക്സ് ആണ് 0, 1, 2, 3 ആൻഡ് 4. ഇപ്പോൾ സ്റ്റാർട്ടിങ്ങിൽ എനിക്ക് ഫ്രണ്ട് ആൻഡ് റിയർ രണ്ടിൻ്റെയും വാല്യൂ -1 ആണ്, ബിക്കോസ് ഇതിൽ എലമെൻറ്റ് ഒന്നും ഇല്ല. അപ്പോൾ ഒരു എലമെൻറ്റ് ഞാൻ പുതിയതായിട്ട് ഇൻസേർട്ട് ചെയ്യുമ്പോൾ ഈ ഫ്രണ്ടിൻ്റെയും റിയറിൻ്റെയും വാല്യൂ 1 വെച്ച് ഇൻക്രിമെൻറ്റ് ചെയ്യണം. എന്നിട്ട് റിയറിൽ നമുക്ക് ഇൻസേർട്ട് ചെയ്യാം. അപ്പോൾ രണ്ടിനെ ഇൻക്രിമെൻറ്റ് ചെയ്യുമ്പോൾ രണ്ടിൻ്റെയും വാല്യൂ ഇപ്പോൾ 0 ആയിട്ട് മാറും. അപ്പോൾ റിയറിൻ്റെ പൊസിഷനിൽ നമുക്ക് ഇൻസേർട്ട് ചെയ്യാം. റിയർ 0 ആണ്, അപ്പോൾ 0th പൊസിഷനിൽ ഞാൻ 1 ഇൻസേർട്ട് ചെയ്തു. നെക്സ്റ്റ് ഇവിടെ സ്പേസ് ഉണ്ട്, ഇവിടെ ആഡ് ആക്കി, അടുത്ത എലമെൻറ്റ് ആഡ് ആക്കി. ഇപ്പോൾ കറൻ്റ്ലി നമ്മളുടെ ഫ്രണ്ട് ഇതാണ്. നമ്മൾ ഓരോ എലമെൻറ്റ് ഇൻസേർട്ട് ചെയ്യുമ്പോഴും റിയറിൻ്റെ വാല്യൂ ++, നോർമൽ ക്യൂവിൽ ചെയ്യുന്നത് പോലെ തന്നെ ഇൻക്രിമെൻറ്റ് ചെയ്ത് വരണം. 1+ ചെയ്യാൻ പാടില്ല. അത് എങ്ങനെ ചെയ്യണമെന്ന് പറയാം. പക്ഷേ നോർമൽ ക്യൂവിൽ ചെയ്യുന്നത് പോലെ നെക്സ്റ്റ് പൊസിഷനിലോട്ട് ഈ റിയർ മൂവ് ചെയ്യണം. അപ്പോൾ ഞാൻ ഇപ്പോൾ 3 ഇവിടെ ആഡ് ആക്കി, നെക്സ്റ്റ് എലമെൻറ്റ്സ് ഇല്ല. അപ്പോൾ റിയർ ഇതിനെയാണ് പോയിൻ്റ് ചെയ്യുന്നത്. എഗെയിൻ ഒരു എലമെൻറ്റ് ഇൻസേർട്ട് ചെയ്യുമ്പോൾ ഇത് ഇൻസേർട്ട് ആക്കി റിയറിൻ്റെ വാല്യൂ ഈ ഒരു പൊസിഷനിലോട്ട് വരും. എഗെയിൻ ഇൻസേർട്ട് ചെയ്യുമ്പോൾ റിയർ ഇപ്പോൾ ഇവിടെ വരും. ഇപ്പോൾ ക്യൂ ഫുള്ളാണ്. ഇപ്പോൾ എനിക്കിതിൽ ഇൻസേർഷൻ പറ്റത്തില്ല, ബിക്കോസ് എല്ലാ ഇതും ഫിൽഡാണ്, എല്ലാ ബ്ലാങ്ക് സ്പേസസും ഫിൽഡാണ്. സോ ഇനി എനിക്ക് ഇൻസേർഷൻ ചെയ്യാൻ പറ്റത്തില്ല. സപ്പോസ് ഞാൻ ഇപ്പോൾ ഒരു എലമെൻറ്റ് ഡിലീറ്റ് ചെയ്യുന്നു. ഡെലീഷൻ എപ്പോഴും ഫ്രണ്ടിലാണ് നടക്കുന്നത് ഇൻ കേസ് ഓഫ് ക്യൂ. അപ്പോൾ ഞാൻ ഡിലീറ്റ് ചെയ്യുമ്പോൾ ഈ എലമെൻറ്റ് ഡിലീറ്റ് ആയി, ഇത് ഡിലീറ്റ് ആയി. അപ്പോൾ ഫ്രണ്ട് ഒരു പൊസിഷൻ ഫ്രണ്ടിലോട്ട് വരും, ഒരു പൊസിഷൻ ബാക്കിലോട്ട് പോകും. ബാക്കിലോട്ട് പോയിട്ട് ഇപ്പോൾ ഫ്രണ്ടിൻ്റെ ഇത് ഇവിടെ വന്നു. ഫസ്റ്റ് 0th പൊസിഷനിലായിരുന്നു. ഞാൻ ആ ഒരു എലമെൻറ്റ് ഡിലീറ്റ് ചെയ്തപ്പോൾ ഫ്രണ്ട് ഫസ്റ്റ് പൊസിഷനിൽ വന്നു. ഇപ്പോൾ ഈ ക്യൂ ഫില്ലല്ല, ഇവിടെ ഒരു സ്പേസ് ഉണ്ട്. ലീനിയർ ക്യൂയിൽ റിയർ മാക്സ് -1th പൊസിഷൻ വന്നാൽ നമുക്കത് കഴിഞ്ഞിട്ട് ഇൻസേർഷൻ പോസിബിൾ അല്ല. ബട്ട് ഇൻ സർക്കുലർ ക്യൂ നമ്മൾ ഒരു എലമെൻറ്റ് ഡിലീറ്റ് ചെയ്ത് അവിടെ സ്പേസ് വന്നാൽ നെക്സ്റ്റ് എലമെൻറ്റ് നമ്മൾ ഇൻസേർട്ട് ചെയ്യുമ്പോൾ ആ ഒരു പൊസിഷനിലോട്ട് ഇൻസേർട്ട് ചെയ്യാം. ലൈക്ക് ഇപ്പോൾ റിയർ ഉള്ളത് മാക്സ് -1th പൊസിഷനിലാണ്. ഇത് നോർമൽ ക്യൂ ആണെങ്കിൽ നമുക്കിനി ഇൻസേർഷൻ പറ്റത്തില്ല. ബട്ട് ഇൻ സർക്കുലർ ക്യൂ ഇവിടെ ഒരു സ്പേസ് ഉണ്ട്. സ്പേസ് ഉള്ളത് കൊണ്ട് നമുക്ക് ഇവിടെ ഇൻസേർഷൻ പോസിബിളാണ്. സോ ഇതിൽ സർക്കുലർ ക്യൂയിൽ നമ്മൾ ക്യൂ ഫുള്ളാണോ അല്ലെങ്കിൽ സ്പേസ് ഉണ്ടോ എന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ഫോർമുല യൂസ് ചെയ്യും. ഇപ്പോൾ ഞാൻ പറഞ്ഞ സർക്കുലർ ക്യൂയിൽ നമുക്ക് എം ടി ഉള്ള സ്പേസിൽ അടുത്തത്
ഇൻസേർട്ട് ചെയ്യാണ്. അപ്പോൾ ഇപ്പോൾ പുതിയ എലമെൻറ്റ് ഇൻസേർട്ട് ചെയ്യുമ്പോൾ ഈ ഒരു സ്പേസ് വേക്കൻ്റ് ആണ്. അപ്പോൾ ഒരു എലമെൻറ്റ് കൂടി ഇൻസേർട്ട് ചെയ്യുന്നു, 6 ഇൻസേർട്ട് ചെയ്യുന്നു. അപ്പോൾ റിയർ ഈ ഒരു പൊസിഷനിൽ നിന്ന് ഈ ഒരു പൊസിഷനിലോട്ട് പോകും. നമ്മളുടെ നോർമൽ ക്യൂ ആണെങ്കിൽ ഇത് പോകുന്നത് 0 1 2 3 അങ്ങനെ n-1 വരെയാണ്. ബട്ട് ഇൻ സർക്കുലർ ക്യൂ 0th പൊസിഷനിൽ സ്റ്റാർട്ട് ചെയ്തു, നമ്മൾ മാക്സ് മൈനസ് 1 വരെ ഇൻസേർട്ട് ആക്കി, പിന്നെ ഒരു എലമെൻറ്റ് ഡിലീറ്റ് ചെയ്തപ്പോൾ പിന്നെ സ്പേസ് വന്നു. സോ ആ സ്പേസിലാണ് ഇൻസേർട്ട് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ 4th പൊസിഷൻ കഴിഞ്ഞിട്ടുള്ളത് 0th പൊസിഷനാണ്. 0th പൊസിഷനിലാണ് ഞാൻ പുതിയ എലമെൻറ്റ് ഇൻസേർട്ട് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഈ സർക്കുലർ ക്യൂ നമുക്ക് 1 വെച്ച് ഇൻക്രിമെൻറ്റ് ചെയ്താൽ നമുക്ക് ചെയ്യാൻ പറ്റത്തില്ല. ബിക്കോസ് 4 + 1 കൊടുക്കുമ്പോൾ 5 ആണ്. പക്ഷേ നമ്മളിവിടെ 5th പൊസിഷനിലല്ല സ്റ്റോർ ചെയ്യുന്നത്, 0th പൊസിഷനാണ്. സോ നമുക്ക് ഈ ഒരു സർക്കുലർ ക്യൂ ഓപ്പറേഷനിൽ +1 ഇൻക്രിമെൻറ്റ് ഇല്ല. നമ്മൾ ഇൻക്രിമെൻറ്റ് ചെയ്യുന്നത് എല്ലാം, ഇപ്പോൾ റിയർ ആണ് 1 ഇൻക്രിമെൻറ്റ് ചെയ്യുന്നതെങ്കിൽ റിയറിൻ്റെ കൂടെ 1 ആഡ് ആക്കണം. എന്നിട്ട് അതിനെ മാക്സിമം സൈസ് ഓഫ് ദി ക്യൂ എന്താണോ അത് വെച്ചിട്ട് മോഡ് എടുക്കണം. അപ്പോൾ അതിൽ നമുക്കൊരു റിസൾട്ട് കിട്ടും. അതിലാണ് നമ്മൾ എലമെൻസിനെ സ്റ്റോർ ആക്കേണ്ടത്. ഓക്കെ, ഫോർ എക്സാമ്പിൾ ഇപ്പോൾ നോക്കാം. ഞാൻ ലാസ്റ്റായിട്ട് എനിക്ക് റിയർ ഉണ്ടായിരുന്ന പൊസിഷൻ ഇതാണ്. റിയറിൻ്റെ പൊസിഷൻ 4 ആണ്. ഇപ്പോൾ ഇതിൽ നമുക്ക് 5 എലമെൻറ്റ് സ്റ്റോർ ചെയ്യാൻ പറ്റും. അപ്പോൾ യൂസർ എൻ്റർ ചെയ്യുന്ന ആ ഒരു നമ്പർ ഓഫ് സൈസ് 5 ആണെന്ന് വയ്ക്കാം. 5 ആണ് നമ്മളുടെ n. ആൻഡ് ഇപ്പോൾ നമ്മളുടെ റിയർ ഉണ്ടായിരുന്ന പൊസിഷൻ 4 ആയിരുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞു അതിൻ്റെ ഫോർമുല ഇതാണെന്ന്. 1 വെച്ച് ഇൻക്രിമെൻറ്റ് ചെയ്യണമെങ്കിൽ സർക്കുലർ ക്യൂവിൽ ഈ ഒരു ഫോർമുല യൂസ് ചെയ്തേ പറ്റൂ. റിയർ ആണെങ്കിൽ റിയർ +1 മോഡ് n, ആൻഡ് ഫ്രണ്ട് ആണെങ്കിൽ ഫ്രണ്ട് +1 മോഡ് n എന്ന് കൊടുക്കണം. അപ്പോൾ റിയറിൻ്റെ വാല്യൂ ഇപ്പോൾ കറൻ്റ്ലി 4 ആണ്. 4ൻ്റെ കൂടെ 1 ആഡ് ചെയ്യണം. എന്നിട്ട് മോഡ് മാക്സിമം സൈസ് ഓഫ് ദി ക്യൂ സൈസ് 5 ആണ്. അപ്പോൾ 5 mod 5 = 0 അല്ലേ ആൻസർ കിട്ടുന്നത്. മോഡ് യൂസ് ചെയ്യുമ്പോൾ നമുക്ക് റിമൈൻഡർ ആണ് ആൻസറിൽ വരുന്നത്. അപ്പോൾ 5 mod 5 = 0. അപ്പോൾ നമുക്ക് അടുത്ത പൊസിഷൻ 0 ആയിരിക്കും. അതേപോലെ നമ്മൾ 0th പൊസിഷനിൽ ഇൻസേർട്ട് ആക്കി. ഇപ്പോൾ സപ്പോസ് ഇതിൽ എലമെൻ്റ് ഇല്ല, ഫ്രണ്ട് ഉള്ളത് ഈ ഒരു പൊസിഷനിലാണ്, ഇതിൽ എലമെൻ്റ് ഇല്ല. അപ്പോൾ ഇതിൽ ഇൻസേർട്ട് ചെയ്യുമ്പോൾ എനിക്കിപ്പോൾ റിയറിൻ്റെ വാല്യൂ 0 ആണ്. 0 + 1 mod 5. അപ്പോൾ 1 mod 5 ആണ് ആൻസറിൽ വരേണ്ടത്. 1 mod 5 ചെയ്യുമ്പോൾ നമുക്ക് റിസൾട്ട് 1 ആണ് കിട്ടുന്നത്. അപ്പോൾ അടുത്ത ഇൻസേർഷൻ ഫസ്റ്റ് പൊസിഷനിലായിരിക്കും. അപ്പോൾ സർക്കുലർ ക്യൂയ്ക്കും നോർമൽ ക്യൂയ്ക്കും ഉള്ള ഡിഫറൻസ് ഇതാണ്. സർക്കുലർ ക്യൂയിൽ നമുക്ക് എലമെൻറ്റ് സ്പേസ് ഉണ്ടെങ്കിൽ ഇൻസേർട്ട് ചെയ്യാം, ബട്ട് നോർമൽ ക്യൂവിൽ അത് പറ്റത്തില്ല. ആൻഡ് നോർമൽ ക്യൂവിൽ നമ്മൾ ഇൻക്രിമെൻ്റ് എല്ലാം +1 വെച്ചിട്ടാണ് ചെയ്യുന്നത്. ബട്ട് ഇൻ കേസ് ഓഫ് സർക്കുലർ ക്യൂ വി ഹാവ് ടു യൂസ് റിയർ ആണ് 1 വെച്ച് ഇൻക്രിമെൻറ്റ് ചെയ്യുന്നതെങ്കിൽ റിയർ +1 മോഡ് n, ആൻഡ് ഫ്രണ്ട് ആണെങ്കിൽ വി ഹാവ് ടു യൂസ് ഫ്രണ്ട് +1 മോഡുലസ് ഓഫ് n, ആൻഡ് n ഇസ് ദ മാക്സിമം സൈസ് ഓഫ് ദി ക്യൂ. ഇത്രയേ ഉള്ളൂ ഇതിൻ്റെ ഒരു കോൺസെപ്റ്റ്. ഇനി ഇതിനെങ്ങനെ കോഡ് വെച്ചിട്ട് ഇംപ്ലിമെൻറ്റ് ചെയ്യണമെന്ന് നോക്കാം. ആദ്യം നമ്മൾ ഒരു മാക്സിമം സൈസ് ഡിഫൈൻ ചെയ്ത് വെക്കണം. ഞാൻ ഇവിടെ n3 ആണ് ഡിഫൈൻ ചെയ്തിട്ടുള്ളത്. അത് #define ഫംഗ്ഷൻ വെച്ച് തന്നെ കൊടുത്തു. നിങ്ങൾക്ക് #define n, ആൻഡ് നിങ്ങൾക്ക് ക്യൂയുടെ മാക്സിമം സൈസ് എത്ര വേണോ അത്രയ്ക്ക് നിങ്ങൾക്ക് കൊടുക്കാം. ദെൻ ഒരു ക്യൂ ആദ്യം തന്നെ ഗ്ലോബലി ഡിക്ലെയർ ചെയ്യണം. അറേ ആണ്, ആ അറേയുടെ പേര് ഞാൻ ക്യൂ ആയിട്ടാണ് എടുത്തേക്കുന്നത്. ഇൻറ്റ് ക്യൂ ഓഫ് അതിൻ്റെ സൈസ് ഞാൻ ഡിഫൈൻ ചെയ്ത ആ സൈസ് ആയിരിക്കണം. അതാണ് ഇൻറ്റ് ക്യൂ ഓഫ് n. ഇനി ഫ്രണ്ടും റിയറും ആദ്യം തന്നെ ഞാൻ -1 ആയിട്ട് ഇനീഷ്യലൈസ് ചെയ്ത് വെച്ചേക്കാണ്. ഫ്രണ്ട് ആൻഡ് റിയർ ഇതും ഗ്ലോബൽ വേരിയബിൾസ് ആണ്. ഫ്രണ്ട് =-1 ആൻഡ് റിയർ =-1. ഇനി ഇത് കഴിഞ്ഞിട്ടാണ് നമ്മളുടെ മെയിൻ പ്രോഗ്രാം. #include stdio.h, #include stdlib.h രണ്ടും കൊടുത്തിട്ടുണ്ട്. ഇതിൽ stdio.h യൂസ് ചെയ്യുന്നത് ഇൻപുട്ട് ഔട്ട്പുട്ടിന് വേണ്ടിയിട്ടാണ്. പിന്നെ സ്റ്റാൻഡേർഡ് ലൈബ്രറി യൂസ് ചെയ്യുന്നത് ഈ പ്രോഗ്രാമിന് ആവശ്യമില്ല, വെറുതെ ഒരു രസത്തിന് കൊടുത്തു വെച്ചതാണ്. നമുക്ക് വേണമെങ്കിൽ അത് കട്ടാക്കാം. ഇനി മെയിൻ ഫംഗ്ഷനിലോട്ട് പോവാം ആദ്യം, എന്നിട്ട് വേറെ ഫംഗ്ഷൻസിലോട്ട് വരാം. ഓക്കെ, ഇതിൽ വോയിഡ് മെയിൻ ഫംഗ്ഷനിൽ ഞാൻ 2 ഐറ്റംസാണ് ഡിക്ലെയർ ചെയ്തിട്ടുള്ളത്. ഒന്ന് C, യൂസർ ഏത് ചോയ്സാണോ പറയുന്നത് അത് ഇൻപുട്ട് എടുക്കാൻ വേണ്ടിയിട്ടാണ് C കൊടുത്തേക്കുന്നത്. പിന്നെ ഇൻസേർട്ട് ചെയ്യുന്ന എലമെൻറ്റ് സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ട് ഐറ്റം കൊടുത്തിട്ടുണ്ട്, ഇൻറ്റ് C, ഐറ്റം. പിന്നെ വൈൽ ഓഫ് 1 കൊടുക്കുമ്പോൾ ആ വൈൽ ബോഡിക്കകത്തുള്ള ആ ഒരു സ്റ്റേറ്റ്മെൻറ്റ്സ് ഇൻഫിനിറ്റ് ടൈംസ് എക്സിക്യൂട്ട് ആവും അൻറ്റിൽ വി പ്രസ് ദി എക്സിറ്റ് ബട്ടൺ. ഓർ നമുക്ക് എക്സിറ്റിൽ ഇപ്പോൾ ഞാൻ ഇതിൽ 5 ആണ് കൊടുത്തിട്ടുള്ളത്. ആൻഡ് ആ ഓപ്ഷനിൽ 5ന് നേരെ ഞാൻ വിളിച്ചിട്ടുള്ളത് എക്സിറ്റ് ഫംഗ്ഷനാണ്. അപ്പോൾ യൂസർ എപ്പോഴാണോ 5 പ്രസ് ചെയ്യുന്നത് അപ്പോൾ ഈ പ്രോഗ്രാം ടെർമിനേറ്റ് ആയി പോകും. അതുവരെ ഇത് ഇൻഫിനിറ്റ് ടൈം എക്സിക്യൂട്ട് ആയിക്കൊണ്ടിരിക്കും. അതാണ് വൈൽ ഓഫ് 1. പിന്നെ മെനു ഡിസ്പ്ലേ ചെയ്യിപ്പിച്ചിട്ടുണ്ട്. printf /n1.enq
2.dq, 3.peak, 4.display, 5.exit and enter your choice. ഇത് നിങ്ങൾക്ക് വേണമെങ്കിൽ സെപ്പറേറ്റ് ലൈൻസ് ആയിട്ട് കൊടുക്കാം. printf 1.nq, അടുത്ത printf 2.dq, അങ്ങനെ അത് ലൈൻസ് ഓഫ് കോഡ് ഇൻക്രീസ് ആവും. ഞാൻ അത് കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ് ഇത് ഫുൾ ഒറ്റ ലൈനിൽ കൊടുത്തേക്കുന്നത്. ഞാൻ ഇതിൽ /n യൂസ് ചെയ്തിട്ടുണ്ട്. /n നമ്മൾ കൊടുക്കുമ്പോൾ അത് ന്യൂ ലൈനിലോട്ട് പോകും. ഓക്കെ, അത് കഴിഞ്ഞിട്ട് യൂസർ എൻ്റർ ചെയ്യുന്ന ആ ഒരു ചോയ്സ് ഞാൻ സിയിലാണ് സ്റ്റോർ ചെയ്ത് വെക്കുന്നത്. scanf %d, %c. ഇനി സ്വിച്ച് സ്റ്റേറ്റ്മെൻറ്റ്, സ്വിച്ചിൽ ഞാൻ പാസ് ചെയ്യുന്നത് ഈ ഒരു ചോയ്സ്, ഞാൻ ഇപ്പോൾ സ്റ്റോർ ചെയ്ത ആ ഒരു ചോയ്സാണ് സ്വിച്ച് കേസിൽ പാസ് ചെയ്യുന്നത്. സ്വിച്ച് ഓഫ് സി. ഇനി കേസ് 1ൽ ഇപ്പോൾ യൂസർ 1 ആണ് പ്രസ് ചെയ്യുന്നതെങ്കിൽ നടക്കേണ്ട ഓപ്പറേഷനാണ് കേസ് 1. കേസ് 1ൽ യൂസർ ഇൻസേർട്ട് ചെയ്യാൻ പോകുന്ന ഡേറ്റ ഞാൻ സ്റ്റോർ ചെയ്തിട്ടുണ്ട്. printf enter the data to be inserted, and ആ ഡേറ്റ ഞാൻ ഐറ്റമിലാണ് സ്റ്റോർ ചെയ്ത് വെക്കുന്നത്. scanf %d, %item. അത് കഴിഞ്ഞിട്ട് nq ഫംഗ്ഷനെ വിളിച്ചിട്ടുണ്ട്. നമ്മൾ ക്യൂയിൽ ഇൻസേർഷനെ nq എന്ന് പറയും, ഡിലീഷനെ dq എന്ന് പറയും. അപ്പോൾ ഞാൻ ഇൻസേർഷൻ ഫംഗ്ഷനെ വിളിച്ചിട്ടുണ്ട് വിത്ത് പാരാമീറ്റർ ഐറ്റം. ഞാൻ ഇപ്പോൾ ഇൻസേർട്ട് എടുത്ത ആ ഐറ്റത്തിനെയും കൂടെ പാസ് ചെയ്യുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് ബ്രേക്ക്. ദെൻ കേസ് 2ൽ ഞാൻ dq ഫംഗ്ഷനെ വിളിച്ചിട്ടുണ്ട്. യൂസർ ഇപ്പോൾ 2 ആണ് എൻ്റർ ചെയ്യുന്നതെങ്കിൽ കേസ് 2ലായിരിക്കും കൺട്രോൾ പോകുന്നത്. അപ്പോൾ dq ഫംഗ്ഷനെ വിളിച്ചു, ബ്രേക്ക് കൊടുത്തു. ആൻഡ് കേസ് 3 ആണെങ്കിൽ പീക്ക് ഓഫ് ഫംഗ്ഷനെ വിളിച്ചിട്ട് ബ്രേക്ക് കൊടുത്തു. കേസ് 4 ആണെങ്കിൽ ഡിസ്പ്ലേ ഫംഗ്ഷനെ വിളിച്ചിട്ട് ബ്രേക്ക് കൊടുത്തു. ആൻഡ് കേസ് 5 ആണെങ്കിൽ എക്സിറ്റ് ഓഫ് 0 ഫംഗ്ഷനെ വിളിച്ചിട്ടുണ്ട്, ബ്രേക്ക്. ഇനി ഈ ഒരു 5 ഓപ്ഷനുള്ള യൂസർ പ്രസ് ചെയ്യുന്നതെങ്കിൽ printf ഡീഫോൾട്ടിൽ printf ഇൻവാലിഡ് ചോയ്സ് എന്ന് പ്രിൻ്റ് ചെയ്ത് ബ്രേക്ക് കൊടുത്തിട്ടുണ്ട്. ഓക്കെ, ഇപ്പോൾ ഓരോ ഫംഗ്ഷനായിട്ട് നോക്കാം. കേസ് 1 ആണെങ്കിൽ ഞാൻ nq ഫംഗ്ഷനാണ് വിളിക്കുന്നത് വിത്ത് പാരാമീറ്റർ ഐറ്റം. ഓക്കെ, ഇവിടെയാണ് ഞാൻ void nq ആ ഒരു ഫംഗ്ഷൻ കൊടുത്തിട്ടുള്ളത്. ഇനി നോട്ട് ചെയ്യേണ്ട ഒരു കാര്യമെന്ന് വെച്ചാൽ, നമ്മൾ ചില പ്രോഗ്രാം ചെയ്യുമ്പോൾ ആദ്യം തന്നെ നമ്മൾ യൂസ് ചെയ്യുന്ന യൂസർ ഡിഫൈൻഡ് ഫങ്ഷൻസ് ഒക്കെ ഡിക്ലെയർ ചെയ്ത് വെക്കും. ഫോർ എക്സാമ്പിൾ void nq ഓഫ് ഇൻഡെക്സ് സെമിക്കോളൻ, void dq ഓഫ് സെമിക്കോളൻ, ഇങ്ങനെ ആദ്യം തന്നെ ഡിക്ലെയർ ചെയ്ത് വെക്കും. അങ്ങനെ ഡിക്ലെയർ ചെയ്യുകയാണെങ്കിൽ നമുക്ക് ആ ഒരു യൂസർ ഡിഫൈൻഡ് ഫംഗ്ഷനെ പ്രോഗ്രാമിൽ എവിടെ വേണമെങ്കിലും റൈറ്റ് ചെയ്യാൻ പറ്റും. അങ്ങനെ ഡിക്ലെയർ ചെയ്തിട്ടില്ല എങ്കിൽ നമ്മൾ ആ ഫംഗ്ഷനെ വിളിക്കുന്നതിന് മുന്നേ തന്നെ ആ ഫംഗ്ഷനെ ഡിഫൈൻ ചെയ്തേക്കണം. ഇതിലാണെങ്കിൽ ഞാൻ ഈ ഫങ്ഷൻസ് എല്ലാം വിളിച്ചത് മെയിൻ ഫംഗ്ഷനിലാണ്. അപ്പോൾ nq ആയാലും dq ആയാലും പീക്ക്, ഡിസ്പ്ലേ, ഇതെല്ലാം ഞാൻ വിളിച്ചേക്കുന്നത് മെയിൻ ഫംഗ്ഷനിലാണ്. ആൻഡ് ആ ഫങ്ഷൻസൊക്കെ ഞാൻ ഡിഫൈൻ ചെയ്തിട്ടുള്ളത് മെയിൻ ഫംഗ്ഷൻ്റെയും മേളിലാണ്. സോ അതുകൊണ്ട് ഞാൻ ഇവിടെ സെപ്പറേറ്റ് void nq ഓഫ് ഇൻഡെക്സ് സെമിക്കോളൻ അങ്ങനെ പറഞ്ഞിട്ട് യൂസർ ഡിഫൈൻഡ് ഫങ്ഷൻസ് ഡിക്ലെയർ ചെയ്തിട്ടില്ല. അതുകൊണ്ട് ഞാൻ എവിടെയാണോ വിളിച്ചേക്കുന്നത് അതിൻ്റെ തൊട്ട് മേളിൽ തന്നെ എല്ലാத்தைയും ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ഞാൻ ഈ void nq ഫംഗ്ഷൻ എടുത്ത് void മെയിൻ ഫംഗ്ഷൻ്റെ താഴെ കൊടുത്താൽ എനിക്ക് എറർ വരും. മാക്സിമം ഞാൻ പ്രോഗ്രാംസ് എല്ലാം ചെയ്യുമ്പോഴും എനിക്ക് വരുന്ന ഒരു എററാണിത്. ഞാൻ ചിലപ്പോൾ മെയിൻ ഫംഗ്ഷൻ ചെയ്തിട്ടായിരിക്കും അടുത്ത് ഇത് ചെയ്യുന്നത്, പക്ഷേ അപ്പോൾ ഡിക്ലെയർ ചെയ്ത് കാണത്തില്ല, അപ്പോൾ എറർ വരും. അപ്പോൾ നിങ്ങൾ ചെയ്യുമ്പോഴും ഇതൊന്ന് മാത്രം നോട്ട് ചെയ്താൽ മതി. ആദ്യം നമ്മൾ യൂസർ ഡിഫൈൻ ഫങ്ഷൻസ് എല്ലാം കൊടുത്തിട്ട് വേണം മെയിൻ ഫംഗ്ഷൻ കൊടുക്കാം. അല്ലാതെ നിങ്ങൾ കൊടുക്കുകയാണെങ്കിൽ ആദ്യം തന്നെ യൂസർ ഡിഫൈൻ ഫങ്ഷൻസ് എല്ലാം ഡിക്ലെയർ ചെയ്യണം, എന്നിട്ട് പ്രോഗ്രാമിൽ എവിടെ വേണമെങ്കിലും നിങ്ങൾക്ക് കൊടുക്കാം. ഫസ്റ്റ് void nq ഫംഗ്ഷൻ, ഞാൻ ഇതിൽ ഐറ്റം ഒരു ഡേറ്റ പാസ് ചെയ്യുന്നുണ്ട്, അതെടുക്കാൻ വേണ്ടിയിട്ട് ഇൻഡെക്സ് കൊടുത്തിട്ടുണ്ട്, void nq ഓഫ് ഇൻഡെക്സ്. ഇനിയാണ് കണ്ടീഷൻസ് ഒക്കെ ചെക്ക് ചെയ്യുന്നത്. ഇഫ് ഫ്രണ്ട് ഈക്വൽ ടു -1, ഫ്രണ്ട് -1 ആൻഡ് റിയർ -1 ആണെങ്കിൽ അതിൽ എലമെൻറ്റ്സ് ഒന്നും ഇല്ല എന്നാണ് മീനിങ്. അപ്പോൾ നമ്മൾ ഫ്രണ്ടിനെയും റിയറിനെയും 0 ആക്കണം. എന്നിട്ട് ക്യൂ ഓഫ് റിയറിൽ ആ ഐറ്റത്തിനെ സ്റ്റോർ ചെയ്യണം. ഐറ്റം ഇപ്പോൾ ഉള്ളത് x എന്നൊരു വേരിയബിളിലാണ്, അപ്പോൾ അതിനെ ക്യൂ ഓഫ് റിയറിൽ സ്റ്റോർ ആക്കി. ഇനിയുള്ള കേസാണ് നമ്മൾ നോർമൽ ക്യൂയിൽ മാക്സിമം എങ്ങനെയാണ് ചെക്ക് ചെയ്യുന്നത്, ക്യൂ ഫുള്ളാണോ എന്ന്. റിയർ ഈക്വൽ ടു മാക്സ് -1 ആണെങ്കിൽ ക്യൂ ഫുള്ളാണ്, നമുക്കതിൽ സ്റ്റോർ ചെയ്യാൻ പറ്റത്തില്ല. പക്ഷേ ഇത് സർക്കുലർ ക്യൂ ആണ്, അപ്പോൾ നമുക്കത് സ്പേസ് ഉണ്ടെങ്കിൽ നമുക്ക് സ്റ്റോർ ചെയ്യാൻ പറ്റും. അപ്പോൾ ഇത് ഫുള്ളാണോ എന്ന് ചെക്ക് ചെയ്യേണ്ട കണ്ടീഷനാണ് റിയർ +1 mod n ഈക്വൽ ടു ഫ്രണ്ട്. ഇങ്ങനെയാണെങ്കിൽ ക്യൂ ഫുള്ളാണ്. ഈ ഒരു കേസ് എങ്ങനെയായിരിക്കും എന്ന് വെച്ചാൽ, ഇത് ഒരു സർക്കുലർ അറേ ആയിട്ട് കൺസിഡർ ചെയ്യാം. ഇപ്പോൾ റിയർ ഉള്ളത് ഈ ഒരു പൊസിഷൻ ആൻഡ് ഫ്രണ്ട് ഉള്ളത് ഈ ഒരു പൊസിഷൻ ആണെങ്കിൽ ഈ ക്യൂ ഫുള്ളാണ്. ഓക്കെ, അപ്പോൾ മേ ബി ഇത് ഫസ്റ്റ് പൊസിഷൻ ആയിരിക്കാം, ഇത് 2, ഇത് 3, ഇത് 4, ഇത് 5, ഇത് 0th പൊസിഷൻ ആയിരിക്കാം. ഈ ഒരു കേസിൽ ക്യൂ ഫുള്ളാണ്, നമുക്ക് ഇൻസേർട്ട് ചെയ്യാൻ പറ്റുന്നില്ല. സപ്പോസ് ഈ ഫ്രണ്ട് ഇവിടെ അല്ലാതെ
ഈ ഒരു പൊസിഷനിലാണ് ഉള്ളതെങ്കിൽ ഈ കണ്ടീഷൻ ഫോൾസ് ആവും. റിയർ പ്ലസ് 1 മോഡ് എൻ ഈക്വൽ ടു ഫ്രണ്ട്, ആ ഒരു കണ്ടീഷൻ ഫോൾസ് ആവും. അപ്പോൾ നമുക്ക് ഇൻസേർട്ട് ചെയ്യാം. ക്യൂ ഓവർഫ്ലോ അല്ല. അപ്പോൾ ഇതിൽ ക്യൂ ഓവർഫ്ലോ ചെക്ക് ചെയ്യാനുള്ള കണ്ടീഷനാണ് റിയർ പ്ലസ് 1 മോഡ് എൻ ഈക്വൽ ടു ഫ്രണ്ട്. അങ്ങനെയാണെങ്കിൽ ക്യൂ ഓവർഫ്ലോ ആണ്. ക്യൂ ഇസ് ഫുൾ അല്ലെങ്കിൽ ക്യൂ ഓവർഫ്ലോ എന്നൊരു മെസ്സേജ് ഡിസ്പ്ലേ ചെയ്യിപ്പിക്കാം. അല്ലാത്ത കേസിൽ നമ്മൾ റിയറിനെ ഒന്ന് ഇൻക്രിമെൻറ്റ് ചെയ്യണം. ഇൻക്രിമെൻറ്റ് ചെയ്തിട്ട് ആ റിയറിൻ്റെ പൊസിഷനിൽ ഈ ഐറ്റത്തിനെ സ്റ്റോർ ചെയ്യണം. അതാണ് ഇതിൽ ചെയ്തിരിക്കുന്നത്. എൽസ് റിയർ ഈക്വൽ ടു റിയർ പ്ലസ് 1 മോഡ് എൻ ആൻഡ് ക്യൂ ഓഫ് റിയർ ഈക്വൽ ടു എക്സ്. ഇത്രയേ ഉള്ളൂ ഇൻസേർഷൻ ഫംഗ്ഷൻ, എൻ ക്യൂ ഫംഗ്ഷൻ. ഇനിയുള്ളത് ഡി ക്യൂ ഫംഗ്ഷനാണ്. ഡി ക്യൂ ചെയ്യുമ്പോൾ നമ്മൾ ആദ്യം ക്യൂ എം ടി ആണോ എന്ന് ചെക്ക് ചെയ്യണം. ക്യൂ എം ടി കേസ് സെയിം ആണ്. ഫ്രണ്ട് ഈക്വൽ ടു റിയർ ഈക്വൽ ടു -1 ആണെങ്കിൽ ക്യൂ എം ടി ആയിരിക്കും. ആൻഡ് എൽസ് ഇഫ് ഇതിൽ ഒറ്റ എലമെൻറ്റ് മാത്രമുള്ള കേസും ഉണ്ട് ആൻഡ് ഒന്നിൽ കൂടുതൽ എലമെൻറ്റ്സ് ഉള്ള കേസും ഉണ്ട്. 3 കേസാണ് നമ്മൾ ഡിലീറ്റ് ചെയ്യുമ്പോൾ നോക്കേണ്ടത്. ആദ്യം എം ടി ആണോ എന്ന് നോക്കണം, അടുത്ത് 1 എലമെൻറ്റ് മാത്രമാണോ ഉള്ളതെന്ന് നോക്കണം, ആൻഡ് ഒന്നിൽ കൂടുതൽ എലമെൻറ്റ് ഒന്നുകൊണ്ട് നോക്കണം. അപ്പോൾ എലമെൻറ്റ് ഒന്നുമില്ല എങ്കിൽ ഫ്രണ്ട് ഈക്വൽ ടു റിയർ ഈക്വൽ ടു -1 ആയിരിക്കും. അപ്പോൾ നമ്മൾ ക്യൂ എം ടി എന്ന് പ്രിൻ്റ് ചെയ്യിപ്പിച്ചു. എഫ് ഫ്രണ്ട് ഈക്വൽ ടു -1 ആൻഡ് റിയർ ഈക്വൽ ടു -1 പ്രിൻ്റ് ഓഫ് ക്യൂ എം ടി. അല്ലാത്ത കേസിൽ നമ്മൾ ഒരു എലമെൻറ്റ് മാത്രം ഉണ്ടോ എന്ന് നോക്കണം. എൽസ് ഫ്രണ്ട് ഈക്വൽ ടു റിയർ, ഇങ്ങനെയുള്ള കേസിൽ ഫ്രണ്ടും റിയറും ഈക്വൽ ആണെങ്കിൽ ആ ഒരു ക്യൂവിൽ ഒറ്റ എലമെൻറ്റ് ഉണ്ട് എന്നാണ് മീനിങ്. ആ ഒരു കേസിൽ ഫ്രണ്ടിലുള്ള എലമെൻറ്റ് നമ്മൾ ഡിലീറ്റ് ചെയ്യുന്നു. ദ ഡിലീറ്റഡ് എലമെൻറ്റ് ക്യൂ ഓഫ് ഫ്രണ്ട്, എന്നിട്ട് ഫ്രണ്ട് ആൻഡ് ക്യൂ രണ്ടിനെയും -1 ആക്കി സെറ്റ് ചെയ്യുന്നു. ദെൻ അല്ലാത്ത കേസിൽ ഒന്നിൽ കൂടുതൽ എലമെൻറ്റ്സ് കാണും. അപ്പോൾ ദ ഡിലീറ്റഡ് എലമെൻറ്റ്സ് എന്ന് പറഞ്ഞിട്ട് ഫ്രണ്ടിലുള്ള എലമെൻറ്റിനെ പ്രിൻ്റ് ചെയ്യിപ്പിക്കാം. ക്യൂ ഓഫ് ഫ്രണ്ട് നമുക്ക് പ്രിൻ്റ് ചെയ്യിപ്പിക്കാം. എന്നിട്ട് ഫ്രണ്ടിൻ്റെ വാല്യൂ ഒന്ന് ഇൻക്രിമെൻറ്റ് ചെയ്ത് കൊടുക്കണം. ഞാൻ പറഞ്ഞു സർക്കുലർ ക്യൂവിൽ ഫ്രണ്ട് ആൻഡ് റിയർ ഇൻക്രിമെൻറ്റ് ചെയ്യുമ്പോൾ +1 മാത്രം കൊടുത്താൽ പോരാ, ഫ്രണ്ട് +1 മോഡ് എൻ എന്ന് തന്നെ കൊടുക്കണം. ഇത് ഫ്രണ്ട് ഇൻക്രിമെൻറ്റ് ചെയ്യാനുള്ളത്. ഇനി റിയർ ആണ് ഇൻക്രിമെൻറ്റ് ചെയ്യുന്നതെങ്കിൽ റിയർ +1 മോഡ് എൻ എന്ന് കൊടുക്കണം. എത്രയേ ഉള്ളൂ ഡിലീഷൻ ഫംഗ്ഷൻ, ഡി ക്യൂ ഫംഗ്ഷൻ. ഇനിയുള്ളത് ഡിസ്പ്ലേ ഓഫ് ആണ്. ഡിസ്പ്ലേ ചെയ്യുന്നത് നമ്മൾ ലൂപ്പൊക്കെ വെച്ചിട്ടാണ് ചെയ്യുന്നത്. വോയിഡ് ഡിസ്പ്ലേ ഓഫ് ഇൻറ്റ് ഐ ഈക്വൽ ടു ഫ്രണ്ട്. ആദ്യം തന്നെ ഐനെ ഫ്രണ്ടിലോട്ട് സെറ്റ് ചെയ്തു. ഈ ഫ്രണ്ട് ആൻഡ് റിയർ -1 ആണെങ്കിൽ ക്യൂ എം ടി എന്ന് പ്രിൻ്റ് ചെയ്യിപ്പിക്കാം. അല്ലാത്ത കേസിൽ പ്രിൻ്റ് ഓഫ് ദ ക്യൂസ് ഡു വൈ ലൂപ്പ് വെച്ചിട്ടാണ് ഞാൻ ഇവിടെ പ്രിൻ്റ് ചെയ്യുന്നത്. ഡു പ്രിൻ്റ് ഓഫ് %d, ക്യൂ ഓഫ് ഐ ഈക്വൽ ടു i+1 മോഡ് എൻ. ഐ നമ്മൾ ഫ്രണ്ടായിട്ടാണ് സെറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഫ്രണ്ട് ഇൻക്രിമെൻറ്റ് ചെയ്യുന്ന പോലെ തന്നെ നമ്മൾ ഐനെ ഇൻക്രിമെൻറ്റ് ചെയ്യണം. അപ്പോൾ ഐ ഈക്വൽ ടു i+1 മോഡ് എൻ എന്ന് കൊടുത്തു. അപ്പോൾ ഓരോ ടൈം ഈ ലൂപ്പ് എക്സിക്യൂട്ട് ആകുമ്പോഴും ഐയുടെ വാല്യൂ നെക്സ്റ്റ് പൊസിഷനിലോട്ട് പോകും. ഇനി ഇതിൻ്റെ കണ്ടീഷനാണ് ഐ നോട്ട് ഈക്വൽ ടു റിയർ +1 മോഡ് എൻ. റിയർ +1 മോഡ് എൻ ഈക്വൽ ടു ഐ നോട്ട് ഈക്വൽ ടു റിയർ +1 മോഡ് എൻ ആവുന്നത് വരെ ഈ ഒരു ലൂപ്പ് കണ്ടിന്യൂ ചെയ്യണം. ഐ ഈക്വൽ ടു റിയർ +1 മോഡ് എൻ എന്ന് വരുമ്പോൾ ഐയും ഫ്രണ്ടും ഈക്വൽ ആവും. പിന്നെ നമുക്കിത് സർക്കുലർ ക്യൂ ആയതുകൊണ്ട് ഇതാണ് ഇപ്പോൾ ഒരു ക്യൂ. ഇത് ഫ്രണ്ടാണ് ആൻഡ് ഇത് റിയർ ആണ്. നമ്മൾ ഇൻക്രിമെൻറ്റ് ചെയ്ത് സപ്പോസ് ഐ പൊസിഷൻ ഇവിടത്തേക്ക് വന്നു. ഇനി അടുത്ത് ഇൻക്രിമെൻറ്റ് ചെയ്യുമ്പോൾ ഈ ഒരു പൊസിഷനിലോട്ട് പോകും. അങ്ങനെയാണ് നമ്മൾ ഐ വാല്യൂ ഇൻക്രിമെൻറ്റ് ചെയ്തേക്കുന്നത്. പക്ഷേ ഇത് ഈ ഒരു പൊസിഷനിലോട്ട് വന്നാൽ ഓൾറെഡി പ്രിൻ്റായ എലമെൻറ്റ് പിന്നെയും പ്രിൻ്റായി വരും. അപ്പോൾ നമുക്ക് ഈ ഐ വാല്യൂ റിയർ വരെ പോകാൻ പാടുള്ളൂ, അത് കഴിഞ്ഞിട്ട് പോകാൻ പാടില്ല. അപ്പോൾ ആ ഒരു കണ്ടീഷൻ ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഐ നോട്ട് ഈക്വൽ ടു റിയർ +1 മോഡ് എന്ന് കൊടുത്തത്. ഐ ഈക്വൽ ടു റിയർ +1 മോഡ് എന്നാണെങ്കിൽ ഐയും ഫ്രണ്ടും ഈക്വൽ ആവും. അപ്പോൾ നമുക്ക് പിന്നെയും ആ ഒരു ലൂപ്പ് എക്സിക്യൂട്ട് ആവും. അത് സ്റ്റോപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ഒരു കണ്ടീഷനും കൊടുത്തത്. അത്രയേ ഉള്ളൂ ഡിസ്പ്ലേ. പിന്നെ പീക്ക് ഫംഗ്ഷനിൽ നമ്മൾ ഫ്രണ്ടിലുള്ള എലമെൻറ്റാണ് പ്രിൻ്റ് ചെയ്യിപ്പിക്കുന്നത്. അപ്പോൾ ഫ്രണ്ട് ആൻഡ് റിയർ -1 ആണെങ്കിൽ ക്യൂ എം ടി എന്ന് പ്രിൻ്റ് ചെയ്യാം. അല്ലാത്ത കേസിൽ ദ പീക്ക് എലമെൻറ്റ് %d, ക്യൂ ഓഫ് ഫ്രണ്ട് എന്ന് പ്രിൻ്റ് ചെയ്യിപ്പിച്ചാൽ മതി. ഇത്രയേ ഉള്ളൂ സർക്കുലർ ക്യൂ. ആൻഡ് ഇതിൽ എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാം. ആൻഡ് ഓൾസോ നെക്സ്റ്റ് വീക്കാണ് എക്സാം വരുന്നത്. എല്ലാവർക്കും ഓൾ ദ ബെസ്റ്റ്. എക്സാം എഴുതുമ്പോൾ അറ്റൻഡ് ചെയ്യുമ്പോൾ ലാബ് എക്സാമിൽ കൂടുതൽ ആരും നിങ്ങളെ ഫെയിൽ ആക്കത്തില്ല. നിങ്ങളുടെ റെക്കോർഡ്, പിന്നെ നിങ്ങൾ എഴുതുന്ന അൽഗോരിതം, നിങ്ങൾ അറ്റൻഡ് ചെയ്യുന്ന വൈവ, പിന്നെ നിങ്ങളുടെ കോഡ്, ഇതിലെല്ലാത്തിനും സെപ്പറേറ്റ് മാർക്കുണ്ട്. സോ നിങ്ങൾക്ക് ഔട്ട്പുട്ട് കിട്ടിയില്ല എന്ന് പറഞ്ഞിട്ട് ആരും നിങ്ങളെ ഫെയിലാക്കത്തില്ല എന്ന് പറഞ്ഞ് പഠിക്കാതെ പോരുത്. എല്ലാം പഠിച്ചിട്ട് വേണം പോവാം. നിങ്ങളെ ഫെയിലാക്കത്തില്ല. സോ മാൽ പ്രാക്ടീസ് ഒന്നും ചെയ്യല്ലേ. മാൽ പ്രാക്ടീസ് ചെയ്താൽ നിങ്ങളെ ഫെയിലാക്കും, അല്ലാതെ ആരും നിങ്ങളെ ഫെയിലാക്കത്തില്ല. പിന്നെ ടെൻഷൻ അടിക്കാതെ ഇരുന്ന് എക്സാം എഴുതിയിട്ട് വന്നാൽ മതി. എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ്.